ഹായ് ഗൈസ്, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു പഴയൊരു ഗ്രാമം കൽപ്പാത്തി. ഈ കാണുന്നതൊക്കെ കൽപ്പാത്തി രഥോത്സവങ്ങൾക്കുള്ള രഥങ്ങളാണ്. ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ടെമ്പിൾ അല്ലെങ്കിൽ കാശി വിശ്വനാഥ സ്വാമി ടെമ്പിൾ. ശിവന്റെയും പാർവതിയുടെയുമാണ് രണ്ട് പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠകൾ. കൽപ്പാത്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് പേരുകേട്ടതാണ് കൽപ്പാത്തി. കൽപ്പാത്തി നദി അഥവാ നിലാ നദിയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഒരു പൈതൃക ഗ്രാമമായ കൽപ്പാത്തിയുടെ ചരിത്രം ആരംഭിച്ചത് 14-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ മായവാരത്ത് നിന്ന് പാലക്കാട്ടേക്ക് ബ്രാഹ്മണരുടെ കുടിയേറ്റത്തോടുകൂടിയാണ്. 1790-ൽ ടിപ്പു സുൽത്താന്റെ ആക്രമണം ഭയന്ന് ബ്രാഹ്മണർ പാലക്കാട്ടേക്ക് പലായനം ചെയ്തു. വാസ്തുവിദ്യ രേഖീയ പാറ്റേണിൽ നിർമ്മിച്ച വീടുകൾ, ചുവരുകൾ പരസ്പരം പങ്കിടുന്ന ഈ ഗ്രാമം അതിൻ്റെ തനതായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ്. ഈ നിര വീടുകളെ അഗ്രഹാരങ്ങൾ എന്ന് വിളിക്കുന്നു. ആരാധനയും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് ഒരു ജീവിതശൈലി രൂപകൽപ്പന ചെയ്തവയാണ്. കൽപ്പാത്തിയിൽ പ്രധാനമായും 4 അഗ്രഹാരങ്ങളുണ്ട്: ചാത്തപുരം, ഗോവിന്ദരാജപുരം, പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി എന്നിങ്ങനെ. സമീപ സ്ഥലങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും ഗ്രാമത്തിന്റെ സാംസ്കാരിക പൈതൃകം വർഷങ്ങളായി സംരക്ഷിക്കപ്പെടുന്നു. 1790-കളിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് പലായനം ചെയ്ത പാലക്കാട് അയ്യർ എന്നും അറിയപ്പെടുന്ന ബ്രാഹ്മണരാണ് കൽപ്പാത്തി അഗ്രഹാരത്തിലെ ആളുകൾ. കോഴിക്കോട്ടേക്കുള്ള യാത്രാമധ്യേ പാലക്കാട് രാജാവ് അവർക്ക് കൽപ്പാത്തിയിൽ താമസമൊരുക്കി. എല്ലാ വർഷവും നവംബർ മാസത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. അഗ്രഹാരങ്ങൾക്ക് റോഡിനിരുവശവും വീടുകളും നടുവിൽ ഗ്രാമദേവന്റെ ക്ഷേത്രവും ഉള്ളതിനാൽ ക്ഷേത്രത്തിന് ചുറ്റും മാലയിടുന്നത് പോലെയാണ് ഈ പേര് വന്നത്. അഗ്രഹാരം പുരാതന കാലത്ത് ചതുർവേദി മംഗലം എന്നും അറിയപ്പെട്ടിരുന്നു.